Hi everyone, Sahakari Race Plus HSST Commerce Portfolio Management and Derivative ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്താണ്, ഡെറിവേറ്റീവ്സിൻ്റെ ഹിസ്റ്ററി, അതേപോലെ തന്നെ അതിൻ്റെ മേജർ ബെനിഫിറ്റ്സ്, അണ്ടർലൈങ് അസറ്റ് എന്താ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ്സിനെ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണുള്ളത്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണുള്ളത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഫ്യൂച്ചറിൻ്റെ കോൺട്രാക്റ്റ് വന്നു, ആദ്യം എക്സിസ്റ്റ് ചെയ്തു, പിന്നെ ഓപ്ഷനുള്ള പെർമിഷൻ കിട്ടി RBIയുടെ കയ്യിൽ നിന്ന്, ഫോർവേഡ് കോൺട്രാക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഡെറിവേറ്റീവ്സിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഡെറിവേറ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് 3 ways. 3 രീതിയിൽ നമുക്ക് ഡെറിവേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ് ഓർ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നേച്ചർ ഓഫ് പേ ഓഫിൻ്റെ, കോൺട്രാക്റ്റിൻ്റെ പേ ഓഫിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദ തേർഡ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സിനെ ബേസിക്കലി നമുക്ക് 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് സാധിക്കും. ദ ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓർ നേച്ചർ ഓഫ് പേ ഓഫ്. രണ്ടാമത്തത് ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ്. ദെൻ ദ തേർഡ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ഡെറിവേറ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് കോൺട്രാക്ട്സ്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ്, derivatives may be classified into forwards, futures, options and swaps. Okay, so on the basis of nature of payoff അല്ലെങ്കിൽ nature of contract, ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് വരുന്നത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയൊക്കെയാണ് ഓൺ ദ ബേസ് ഓഫ് കോൺട്രാക്ട്? ഫോർവേഡുകളായിട്ട്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്. ഓക്കെ, on the basis of nature of contract we have forwards, futures, options and swaps. So the first one is forward. അപ്പോൾ ഒന്നാമത്തെ ഡെറിവേറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ കൈൻഡ് ആണ് ഫോർവേഡ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആദ്യം തന്നെ പറയാം. ഇപ്പോൾ 2 വ്യക്തികൾ, അനു, വിനു. പേരാണുള്ളത്, അനു വിനു ആണുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അനു വിനു എന്താണ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്താണ്, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, ഓക്കെ, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അനു വിനുവിനെ എന്ത് ചെയ്യാണ്, 10,000 റുപ്പീസ് വാല്യൂ വരുന്ന ഷെയർ സെയിൽ ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിൽ സേ ഫോർ ജൂലൈ 1. ഓക്കെ, അപ്പോൾ അനുവും വിനും 2 പേര് അവരൊരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുകയാണ്. ആസ് പെർ ദെയർ കോൺട്രാക്ട് അവരൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ജൂലൈ 1, സപ്പോസ് ഈ കോൺട്രാക്ട് ഇൻവോൾവ് ആകുന്നത് ജനുവരി 1 വിചാരിക്കുക. ഓക്കെ, ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അതായത് ജൂലൈ 1 എന്ത് തീരുമാനിക്കുകയാണ്, അനു വിനുവിന് 10,000 റുപ്പീസിൻ്റെ ഷെയർ വിൽക്കാമെന്ന് എന്ത് ചെയ്യാണ്, ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതേപോലെ വിനു അനുവിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്നുള്ള ആ ഒരു ഡിസിഷനിൽ എത്തുന്നു. ഓക്കെ, അനു വിനു അതെന്താണ്, സെയില് ജൂലൈ 1 അവരെന്ത് ചെയ്യാണ്, 10,000 റുപ്പീസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യാമെന്ന്, അനുവിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് അനു വിനുവിന് സെയിൽ ചെയ്യാമെന്നും തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പം ഇതെന്താണ്, ഇതൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു ഫോർവേഡ് ഡെറിവേറ്റീവിന് എക്സാമ്പിളാണ്. ഇതെന്താണ്, ഒരു ഫോർവേഡ് ഡെറിവേറ്റീവ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെങ്ങനെയാണ് ഒരു ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക? 2 പേര് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഡെറിവേറ്റീവ് ആവുന്നത്? ബിക്കോസ് ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് ഷെയർ. ഈ 10,000 ഷെയറിന്
ഒരു രൂപ 10 രൂപ വെച്ചിട്ടാണ്, ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് എന്താവും? 1 lakh rupees ആവും അല്ലേ? 1 lakh rupees ആണ് വാല്യൂ ഓഫ് ഡെറിവേറ്റീവ് വരിക. 10,000 ഷെയർ 10 രൂപ വെച്ചിട്ട്, അപ്പോൾ 1 ലക്ഷം രൂപയാണ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിനെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്ന ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് ദ കോൺട്രാക്ട് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വാല്യൂ ഓഫ് സം അതർ അസെറ്റ് ഓർ ദ വാല്യൂ ഓഫ് അണ്ടർലൈയിങ് അസെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയറിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് ഇതൊരു ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഷെയർ എന്താണ്? ഷെയർ ഈസ് ദി underlying asset. Share is the underlying asset. Share നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യുക? ഒരു അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ അണ്ടർലൈയിങ് അസറ്റിൻ്റെ ബേസിസിൽ ഒരു കോൺട്രാക്റ്റിൽ ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോർവേഡ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ഒരു കൈൻഡാണ് ഫോർവേഡ്സ്. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ ഇവർ രണ്ടുപേരും നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത്? ഒരു നിശ്ചിത ഡേറ്റിൽ ഇത്ര രൂപയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അനുവും വിനു ആണ്. ഇവിടെ അനു ആരാണ്? സെല്ലറാണ്. വിനു ആരാണ്? പർച്ചേസർ ആണ്. ഓക്കെ, അനു സെല്ലറും വിനു ആരാണ്? ബയ്യറുമാണ്. അപ്പോൾ ആ ഒരു ജൂലൈ ഫസ്റ്റിന് വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അനുവിനും വിനുവിനും എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കും. രണ്ടുപേരും എന്താണ്? ഈ ഒരു കോൺട്രാക്റ്റ് ആ ഒരു പ്രീ ഡിഫൈൻഡ് ലൈഫിൽ എക്സിക്യൂട്ട് ചെയ്യാൻ രണ്ടുപേർക്കും എന്തുണ്ട്? ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും. ജൂലൈ 1 ആകുമ്പോൾ അനു എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? 10,000 ഷെയർസ് 10 രൂപ നിരക്കിൽ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം? വിനുവിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ വിനു എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? 10,000 ഷെയർസ് 10 രൂപ റേറ്റിൽ അനുവിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ട് പാർട്ടീസിനും ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിഫൈൻഡ് പീരീഡിൽ ആ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ രണ്ട് പാർട്ടീസിനും ആ ഒരു ഒബ്ലിഗേഷൻസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫോർവേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് where settlement take place on a specific date in the future at today's agreed price. എന്താണ് ഫോർവേഡ്? എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ്. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ആ രണ്ട് വ്യക്തികളാണ്. ഏതൊക്കെ പാർട്ടീസ് ആണോ ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്നത് ആ രണ്ട് വ്യക്തികളാണ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അത്തരം കോൺട്രാക്ട്സിനെയാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ എക്സാമ്പിൾ എന്താണ്? അനുവും വിനു ആണ് ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും ഫിക്സ് ചെയ്യണം അല്ലേ? ഷെയറിൻ്റെ പ്രൈസ് എത്ര നമ്പർ ഓഫ് ഷെയർ, അതെന്ന് ട്രാൻസ്ഫർ ചെയ്യണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത് ആരാണ്? അനുവും വിനുവും ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണിത്? ഇതൊരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ എപ്പോഴും കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. ഓക്കെ, ഫോർവേഡ് കോൺട്രാക്ട്സ് എപ്പോഴും കസ്റ്റമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫോർവേഡ്സ് എന്താണ്? ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് customized contract where the rules and regulations are fixed by the parties. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഫോർവേഡ് കോൺട്രാക്റ്റ് ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത് ആ പാർട്ടീസ് തന്നെയായിരിക്കും. ആരൊക്കെയാണോ ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്നത് ആ പാർട്ടീസ് തന്നെയായിരിക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ അനു മിനു ആണ്. അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫിക്സ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് വേർ സെറ്റിൽമെൻറ്റ്സ് ടേക്ക് പ്ലേസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്.
ഒരു സ്പെസിഫിക് ഡേറ്റിലായിരിക്കും ഇവിടെ സെറ്റിൽമെൻറ്റ് ടേക്ക് പ്ലേസ് ചെയ്യുക. നമ്മുടെ എക്സാമ്പിൾ എത്രയായിരുന്നു? ജൂലൈ 1 ആയിരുന്നു അല്ലേ നമ്മൾ ഡേറ്റ്. അപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഡെറിവേറ്റിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു സ്പെസിഫിക് ഡേറ്റിൽ സെറ്റിൽമെൻറ്റ് നടത്തുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫോർവേഡ്സ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ടായിരിക്കും ഇൻ ദ ഫ്യൂച്ചർ അറ്റ് ടുഡേയ്സ് എഗ്രീഡ് പ്രൈസ്. ഇന്ന് നമ്മൾ എഗ്രി ചെയ്യുന്ന പ്രൈസിൽ ഫ്യൂച്ചറിൽ നടത്തുന്ന ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ്, നമ്മൾ ജാനുവരി 1 ഈ ഒരു എക്സാമ്പിളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. അന്ന് തന്നെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നതും 10,000 ഷെയർസ് 10 രൂപ റേറ്റിലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും ഈ ഒരു ജാനുവരി 1 അല്ലേ. ജാനുവരി 1 പ്രൈസും എല്ലാം തീരുമാനിച്ച് എന്നാണ് ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് വരുന്നത്? ജൂലൈ 1 ഇതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതും ഒരു കസ്റ്റമൈസ്ഡ് രീതിയിൽ 2 പാർട്ടീസാണ് അതിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ആയിരിക്കും. അതായത് 2 പാർട്ടീസ് ആയിരിക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും സെറ്റിൽമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. അത് തന്നെ ഒരു അഗ്രീഡ് പ്രൈസിൽ, ഇന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു അഗ്രീഡ് പ്രൈസിലായിരിക്കും ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ആ ഒരു കോൺട്രാക്റ്റ് ഫുൾഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ഫോർവേഡ്സ് എങ്ങനെയാണ്? ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ 2 ഫോർവേഡ്സിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതെന്താണ്, 2 പാർട്ടീസ് തമ്മിലാണ് ഈ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവിൽ ഇൻവോൾവ് ആകുന്നത്. ഇപ്പം നമ്മുടെ നേരത്തെ എക്സാമ്പിൾ ആരാണ്? അനുവും വിനു എന്ന് പറയുന്ന 2 വ്യക്തികൾ മാത്രമാണ് അവിടെ ഇൻവോൾവ് ആകുന്നത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇതൊരു ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നത്. ഫോർവേഡ്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഇനീഷ്യൽ പേയ്മെൻറ്റ് വെൻ സൈനിങ് ദ കോൺട്രാക്ട്. ഇവിടെ എന്തില്ല? ഇനീഷ്യൽ പേയ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മുടെ കോൺട്രാക്റ്റിൽ എന്താണ്, അവർ ജനുവരിയിൽ തന്നെ ഫിക്സ് ചെയ്യാണ്. ജൂലൈയിൽ 10,000 ഷെയർസ് 10 രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാം, വിനുവിന് സെല്ല് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജൂലൈയിൽ വരുന്ന സമയത്ത്, ജൂലൈ 1 വരുന്ന സമയത്ത് മാത്രമേ അവിടെ ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുള്ളൂ. അല്ലാതെ ജനുവരിയിൽ തന്നെ അവിടെ യാതൊരു തരത്തിലുള്ള ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ട്രാൻസ്ഫറും സംഭവിക്കുന്നില്ല. ഓക്കെ, സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ആൻ ഇനീഷ്യൽ പേയ്മെൻറ്റ് വെൻ സൈനിങ് ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫോർവേഡ്സിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫോർവേഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇനീഷ്യൽ പേയ്മെൻറ്റ്സ് ഉണ്ടായിരിക്കില്ല. ദെൻ ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ ജനറലി ട്രേഡഡ് ഓൺ ഓവർ ദി കൗണ്ടർ. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഓവർ ദി കൗണ്ടർ. ഓവർ ദ കൗണ്ടർ എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട്സ് നമ്മൾ യൂഷ്വലി ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ ദി കൗണ്ടർ. ദാറ്റ് മീൻസ് ഔട്ട്സൈഡ് എക്സ്ചേഞ്ച്. ഓക്കെ, ഔട്ട്സൈഡ് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ എന്ന് പറയുക. അതായത് ഒരു റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അല്ലാതെ 2 വ്യക്തികൾ പ്രൈവറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ 2 വ്യക്തികൾ പ്രൈവറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ എന്ന് പറയുക. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്ട്സ് എപ്പോഴും എങ്ങനെയാണ്? ഓവർ ദ കൗണ്ടർ ആയിരിക്കും. അവിടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊന്നും ആയിരിക്കില്ല സെറ്റിൽമെൻറ്റ്. 2 വ്യക്തികൾ, ഓൾറെഡി നമ്മൾ പറഞ്ഞു കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ 2 വ്യക്തികൾ തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും. അവർ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഫോർവേഡ് കോൺട്രാക്ട്സിനെ ഓവർ ദ കൗണ്ടർ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഡെറിവേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓവർ ദ കൗണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദി എക്സ്ചേഞ്ച്, ഒരു എക്സ്ചേഞ്ച് വഴി അല്ലാതെ എക്സ്ചേഞ്ചിന് പുറത്ത് ട്രേഡ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് എന്ന്
പറയുന്നത്. ദ റുപ്പി ഡോളർ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് എ ബിഗ് ഫോർവേഡ് കോൺട്രാക്ട് മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു എക്സാമ്പിളാണ്, ഫോർവേഡിന് ഒരു എക്സാമ്പിളാണ് റുപ്പി ഡോളർ എക്സ്ചേഞ്ച്. കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ പോകേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി നീഡ് ടു എക്സ്ചേഞ്ച് അല്ലേ, നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഡോളർ കയ്യിലുള്ള ഒരാളുമായിട്ടായിരിക്കും നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതെന്തിനൊരു എക്സാമ്പിളാണ്? ഫോർവേഡ് കോൺട്രാക്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഫോർവേഡ് എങ്ങനെയാണ്, അവിടുത്തെ സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഒന്നായിട്ടുള്ള ഫോർവേഡ് എന്താണെന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്ട് വി ഹാവ് 4 types ഓഫ് ഡെറിവേറ്റീവ്സ്. നമുക്ക് 4 തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഫോർവേഡ്സ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, സ്വാപ്പ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഫോർവേഡിൽ എങ്ങനെയാണ്, ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടുത്തെ പാർട്ടീസ് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സ്പെസിഫിക് ഫ്യൂച്ചർ ഡേറ്റിന് ആ ഒരു കോൺട്രാക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യാം എന്നുള്ളതായിരിക്കും ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഡിറ്റർമൈൻ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കോൺട്രാക്ട് വാല്യൂ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇന്നായിരിക്കും, ഇപ്പോൾ എന്നാണോ കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് അന്നായിരിക്കും ആ ഒരു എഗ്രീഡ് പ്രൈസിലായിരിക്കും നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിൽ സെറ്റിൽമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ യാതൊരു തരത്തിലും ഒരു എക്സ്ചേഞ്ചിനെ ഒന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ, ഇത് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. 2 വ്യക്തികൾ മാത്രം ഇൻവോൾവ് ആകുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അതേപോലെ ഓവർ ദ കൗണ്ടറാണ്, എക്സ്ചേഞ്ചിന് പുറത്ത് ചെയ്യുന്ന ഒരു ട്രേഡാണ് എന്ത് ഫോർവേഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ദർ വിൽ ബി നോ ഇനീഷ്യൽ പേയ്മെൻറ്റ്. ഒരു ഫോർവേഡ് ഡെറിവേറ്റീവും ഫോം ചെയ്യുന്നതിന് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ആവശ്യമില്ല. അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇനീഷ്യൽ പേയ്മെൻറ്റ്സും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫോർവേഡ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഫ്യൂച്ചർ. ഫ്യൂച്ചറും ഫോർവേഡും എല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് ദാറ്റ് ഫ്യൂച്ചറിൽ it is through the stock exchange the trading will be conducted. Okay, ഫ്യൂച്ചറും ഫോർവേഡിലും ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണെന്നുണ്ടെങ്കിലും here we have an exchange to regulate trade. Okay, in the case of future, except from forward, we have an exchange to regulate the trade. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് അർജുൻ ആൻഡ് ആര്യ. ഓക്കെ, അർജുനും ആര്യയും 2 വ്യക്തികളാണല്ലോ എന്ന് വിചാരിക്കാം. അപ്പോൾ അർജുൻ എന്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു, ഒരു 20 gram ഗോൾഡ് ആര്യയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അർജുൻ സെല്ലറാണ്, ആര്യ ബയ്യറാണ്. ഓക്കെ, 20 gram ഗോൾഡ് അർജുൻ ആര്യയ്ക്ക് സെയിൽ ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തി. അറ്റ് ₹1000 per gram. എങ്ങനെയാണ്, ഒരു ഗ്രാമിന് 1000 രൂപ എന്നുള്ള രീതിയിൽ അർജുൻ ആര്യയ്ക്ക് സെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാണ് ഇത് വരുന്നത്, August 30 ആണ് ഇവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, മേ ബി ഇത് ഒരു February 15 ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റ്. ഓക്കെ, February 15 അർജുനും ആര്യയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് വെക്കുകയാണ്. ആസ് പെർ ദ കോൺട്രാക്റ്റ് അർജുൻ എന്താണ് തീരുമാനിക്കുന്നത്, ഒരു 20 gram ഗോൾഡ് 1 ഗ്രാമിന് 1000 രൂപ നിരക്കിൽ. അപ്പം എത്രയാവും, 20,000 അല്ലേ. 1 ഗ്രാമിന് 1000 രൂപ നിരക്കിൽ ആര്യയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്നാണ് ആ കോൺട്രാക്റ്റിലെ ലാസ്റ്റ് ഡേറ്റ്, August 30. August 30ക്ക് ആര്യയ്ക്ക് 20,000 രൂപയ്ക്ക് 20 gram ഗോൾഡ് കൊടുക്കാമെന്ന് അർജുൻ എഗ്രി ചെയ്യാണ്. ആര്യ തിരിച്ചെന്ത് എഗ്രി ചെയ്യാണ്, അർജുൻ്റെ കയ്യിൽ നിന്ന്, ഇവിടെ സെയിലാണെങ്കിൽ ഇവിടെ പർച്ചേസ്, ആര്യ എന്ത് ചെയ്യാണ്, അർജുൻ്റെ കയ്യിൽ നിന്ന് 20 gram ഗോൾഡ്
1000 രൂപ പെർ ഗ്രാമിന് വെച്ചിട്ട് എന്താണ് 20,000 രൂപയ്ക്ക് ഓഗസ്റ്റ് 30ക്ക് പർച്ചേസ് ചെയ്തുകൊള്ളാമെന്ന് ആരെയും അവിടെ എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. അപ്പോൾ 2 വ്യക്തികൾക്കും എന്ത് സംഭവിക്കുകയാണ്, ആ ഒരു ഒബ്ലിഗേഷൻ വരികയാണ്. ഇനി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 20 ഗ്രാം എന്ന് പറയുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്ന കാര്യം ഫിക്സ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. സപ്പോസ് അർജുനും ആരുടെയും കയ്യിൽ 10 ഗ്രാമേ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൂ വിചാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് 10 ഗ്രാമിൻ്റെ ഒരു സെയിലാണ് വേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷേ ആസ് പെർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മിനിമം ക്വാണ്ടിറ്റി 20 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അർജുനും ആര്യയ്ക്കും കയ്യിൽ 10 ഗ്രാമേ ഉള്ളൂ, അതാണ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പക്ഷെ ആസ് പെർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 20 ഗ്രാമിൽ കുറവുള്ളതൊന്നും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിൽ ഇതെന്താവില്ല, ഒരിക്കലും ഇതൊരു ഫ്യൂച്ചറായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, അതൊരു ഫോർവേഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസിനെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ ഇതെന്തായിട്ട് മാറുള്ളൂ, ഒരു ഫ്യൂച്ചറായിട്ട് മാറുള്ളൂ. അപ്പോൾ 20 ഗ്രാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രകാരം 20 ഗ്രാം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂള് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതെന്തായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ഫ്യൂച്ചറായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇഫ് ദർ ഈസ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഇഫ് ദ ട്രേഡ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സച്ച് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആർ നോൺ ആസ് ഫ്യൂച്ചർ. ഓക്കെ, നമ്മൾ 2 പേര് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി റെഗുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് ആ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഡെറിവേറ്റീവിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഫ്യൂച്ചർ ഡെറിവേറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, so an agreement between 2 parties to buy or sell an asset at a certain time in future at a certain price. ഇവിടെയും എന്താണ്, 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അസറ്റ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ പെർട്ടിക്കുലർ പ്രൈസിന് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കോൺട്രാക്റ്റ്. ബട്ട് ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്സ്. പക്ഷേ ഫ്യൂച്ചറിനെയും ഫോർവേഡിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്. സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്ചേഞ്ചസ് ആണ് ഇവിടെ റൂൾസ് ഫിക്സ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് റൂൾസ് ഓഫ് എക്സ്ചേഞ്ചസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് റൂൾസ് ഓഫ് എക്സ്ചേഞ്ച് ഫോളോ ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് ഫ്യൂച്ചറിനെയും ഫോർവേഡിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആർ ദി സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം ഓഫ് ഫോർവേഡ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയായിരിക്കും, ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ദീസ് ആർ ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചസ് ലൈക്ക് NCDX, MCX, NSE, BSE, etc. Okay, നാഷണൽ കൊമോഡിറ്റി എക്സ്ചേഞ്ച്, മൾട്ടി കൊമോഡിറ്റി എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാത്രമേ നമ്മൾ എന്തിനെ ട്രാൻസാക്ട് ചെയ്യൂ അല്ലെങ്കിൽ എന്തിനെ ട്രേഡ് ചെയ്യൂ, ഫ്യൂച്ചറിനെ ട്രേഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഫോർവേഡ്സ് ആണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് എനി കൈൻഡ്സ് ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് യാതൊരു തരത്തിലുള്ള എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. 2 വ്യക്തികൾ അവർ തമ്മിൽ തന്നെ അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നതായിരിക്കും. പക്ഷേ ഫ്യൂച്ചറിൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റ് ആയിട്ട് ആരുണ്ടായിരിക്കും, അവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. അത് തന്നെ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും. ഈ പറയുന്ന NSEയും BSEയും NCDEXും എല്ലാം, നാഷണൽ കൊമോഡിറ്റി എക്സ്ചേഞ്ചും എല്ലാം എന്താണ്, ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെറിവേറ്റീവിന് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പലപ്പോഴും പെർഫോം ചെയ്യാറുണ്ട്. അൺലൈക്ക് ഫോർവേഡ് കോൺട്രാക്ട്, ദ കൗണ്ടർ പാർട്ടി ടു എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ദി ക്ലിയറിംഗ് ഹൗസ് ഓൺ ദ അപ്രോപ്രിയേറ്റ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച്. ഫോർവേഡ് കോൺട്രാക്റ്റിലെ പോലെയല്ല, ഫ്യൂച്ചറിൽ എന്താണ് ഇവിടെ കൗണ്ടർ പാർട്ടി വരുന്നത് ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ്. നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ ഒരു സബ് യൂണിറ്റ് ആണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ക്ലിയറിംഗ് ഹൗസ് ആണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും. ഓക്കെ, എക്സ്ചേഞ്ചിൻ്റെ ഒരു സബ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ കൗണ്ടർ പാർട്ടി, നമ്മൾ
നമ്മൾ ഡയറക്റ്റ് അല്ല ഇവിടെ മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്, ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു കേസിൽ അർജുനും ആര്യയ്ക്കും ഇടയിലായിട്ട് ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ അർജുനും ആര്യയ്ക്കും ഇടയിലായിട്ട് ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടായിരിക്കും. അർജുൻ ക്ലിയറിംഗ് ഹൗസ്, അതായത് എങ്ങനെയാണ് വരിക? അർജുൻ ഉണ്ട്, അർജുൻ നമ്മുടെ ആരാണ്? സെല്ലറാണ്. അർജുൻ ആർക്കാണ് ഈ ഒരു ഗോൾഡ് ട്രാൻസ്ഫർ ചെയ്യുക? ക്ലിയറിംഗ് ഹൗസിനാണ് ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് ത്രൂ ക്ലിയറിംഗ് ഹൗസ് ആണ് എന്ത് കിട്ടുന്നത്? ആര്യയ്ക്ക് ഈ ഒരു ഗോൾഡ് കിട്ടുന്നത്. ആരാ? ബയ്യർ. ഓക്കെ, ത്രൂ ക്ലിയറിംഗ് ഹൗസ് ആണ് ആര്യയ്ക്ക് ഈ ഒരു ഗോൾഡ് കിട്ടുന്നത്. അതേപോലെ തന്നെ ആര്യ പേയ്മെന്റ് നടത്തുന്നത് ഈ ക്ലിയറിംഗ് ഹൗസിലേക്കായിരിക്കും. ആൻഡ് ത്രൂ ദിസ് ക്ലിയറിംഗ് ഹൗസ് ആണ് അർജുന് പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, പേയ്മെന്റ് പോകുന്നതും ഈ ഒരു ത്രൂ ക്ലിയറിംഗ് ഹൗസ് ആണ്. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് എപ്പോഴും എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ബയ്യറുടെയും സെല്ലറുടെയും ഇടയിൽ പെർഫോം ചെയ്യും. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു സബ് യൂണിറ്റ് ആണ് ക്ലിയറിംഗ് ഹൗസ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇനീഷ്യൽ എമൗണ്ട് വാങ്ങിക്കുകയും ഇവരുടെ ആ ഒരു ട്രാൻസാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുകയും സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയറിംഗ് ഹൗസ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? ഇവിടെ ഇവർ രണ്ടുപേരും നമ്മൾ ട്രാൻസാക്ഷൻ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആസ് പെർ ദ റൂൾസ് ത്രൂ എ ക്ലിയറിംഗ് ഹൗസ് ട്രാൻസാക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫോർവേഡ് കോൺട്രാക്റ്റ് അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ പേരെന്താവും? ഫ്യൂച്ചേഴ്സ് ആയിട്ട് മാറും. അപ്പോൾ റെക്കഗ്നൈസ്ഡ് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും എന്താണ്? ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ടുഡേ നമ്മൾ ഇന്ന് നമ്മൾ എഗ്രി ചെയ്യുന്ന ഒരു പ്രൈസിന് നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിൽ തന്നെയായിരിക്കും ട്രാൻസാക്ഷൻ നടക്കുക. പക്ഷേ ഇവിടെ ഒരു കൗണ്ടർ പാർട്ടി അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്ട് വി ഹാവ് ഫസ്റ്റ് വൺ ഫോർവേഡ്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഫ്യൂച്ചർ. Then the third one, next, futures are often settled in cash or cash equivalents. Futures എങ്ങനെയാണ്? ക്യാഷിലോ ക്യാഷ് ഈക്വലൻസ് ആയിട്ടാണോ സെറ്റിൽ ചെയ്യുക റാദർ ദാൻ റിക്വയറിംഗ് ഫിസിക്കൽ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ്. ഫിസിക്കൽ ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ് ഇല്ലെങ്കിൽ ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻസിലാണ് സെറ്റിൽമെന്റ് വരിക. ദ പൊസിഷൻ ഓഫ് ദ സെല്ലർ കോൾഡ് ആസ് ഷോർട്ട് പൊസിഷൻ. ഓക്കെ, സെല്ലറുടെ പൊസിഷനെ ഇവിടെ ഷോർട്ട് പൊസിഷൻ എന്നും ബയറുടെ പൊസിഷനെ ഇവിടെ ലോങ് പൊസിഷൻ എന്നുമാണ് ഫ്യൂച്ചറിൽ പറയുക. നമ്മുടെ കേസിൽ അർജുൻ ആണെന്നല്ലേ സെല്ലർ, അപ്പോൾ അർജുൻ എന്താണ്? ഷോർട്ട് പൊസിഷൻ ആണ്. അതേസമയം ആര്യയാണ് ബയ്യർ. ആര്യയുടെ പൊസിഷൻ എന്താണ്? ലോങ് പൊസിഷൻ ആണ്. ഓക്കെ, ഫ്യൂച്ചറിൽ സെല്ലറുടെയും ബയ്യറുടെയും പൊസിഷൻസ് ഉണ്ട്. അർജുൻ്റെ പൊസിഷൻ ആണെങ്കിൽ അത് ഷോർട്ട് പൊസിഷനും ആര്യയുടെ പൊസിഷൻ ആണെങ്കിൽ അത് ലോങ് പൊസിഷനും ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂച്ചർ റിലേറ്റഡിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ. മൂന്നാമത്തെ കാറ്റഗറി ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്, നേച്ചർ ഓഫ് പേ ഓഫ് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് ടു ബൈ ഓർ സെൽ. ഓക്കെ, ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് മീൻസ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ. ഫ്യൂച്ചർ ഫോർവേഡ്സ് ആൻഡ് ഓപ്ഷൻസ്. ഫ്യൂച്ചറിൽ നിന്നും ഫോർവേഡിൽ നിന്നും ഓപ്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് പ്രൊവൈഡ് ദ റൈറ്റ് ടു ബൈ ഓർ സെൽ, നോട്ട് ഒബ്ലിഗേഷൻ. ഓക്കെ, ഫോർവേഡിൽ നിന്നും ഫ്യൂച്ചറിൽ നിന്നും ഓപ്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് റൈറ്റ് ടു ബൈ ഓർ സെൽ, നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ. അവിടെ എന്ത് മാത്രമാണ്? റൈറ്റ് മാത്രമാണുള്ളത്. വി ഹാവ് നോ ഒബ്ലിഗേഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ,
എ ബി, രണ്ട് വ്യക്തികളാണുള്ളത്, എയും ബിയും. ഓക്കെ, എ ബി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരെന്ത് ഡിസൈഡ് ചെയ്യാണ്? അപ്പോൾ ഇവർ ജാനുവരി 30 ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാണ്. 10,000 ഷെയർസ് അറ്റ് ₹100 ഓഫ് XY ലിമിറ്റഡ് കമ്പനി. ഓക്കെ, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. അവർ ജാനുവരി 13 ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്ത്? ഡിസംബർ 30 10,000 ഷെയർസ് അറ്റ് ₹100, XY ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 10,000 ഷെയർസ് ₹100 എന്ന് പറയുന്ന രീതിയിൽ അവർ ട്രേഡ് ചെയ്യും എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇവിടെ എയും ബിയും ആണെന്ന് പറഞ്ഞു. ഇതിൽ ആരാണ് ഈ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആകുന്നത്? എ ആണ് ഇവിടെ ഓപ്ഷൻ ഹോൾഡർ. എ ഓപ്ഷൻ ഹോൾഡറും ബി ഇവിടെ എന്താണ്? ഓപ്ഷൻ റൈറ്ററും. ഓപ്ഷൻ ഹോൾഡറും റൈറ്ററും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ ഈ കേസിൽ എ ആണ് ഈ ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്കാണ് ഇവിടെ റൈറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ എ ആണ് ഈ ഒരു കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എന്താണ് പറയുന്നത്? ഇങ്ങനെ 10,000 ഷെയർസ് ₹100 നിരക്കിൽ XY ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എ പറയുകയാണ്. ഓക്കെ, ഇപ്പം എ ഇവിടെ ആരാണ്? ഓപ്ഷൻ ഹോൾഡർ ആണ്. ബി എന്ന് പറയുന്നത് ഓപ്ഷൻ റൈറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 10,000 ഷെയർസ് അറ്റ് ₹100 XY ലിമിറ്റഡിൻ്റെ നമ്മൾ എന്താണ് ഡിസംബർ 13 ട്രാൻസാക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺട്രാക്റ്റ് എയും ബിയും തമ്മിൽ ഫോം ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇനി ഡിസംബർ 13 വരെ അവർക്ക് വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പോഴത്തെ ഷെയറിൻ്റെ പ്രൈസ് നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? ആ ഒരു എക്സ്ചേഞ്ചിൽ ഏർപ്പെടണോ വേണ്ടതെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അപ്പോൾ ബി ആണ് ഇവിടെ ആ ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷൻ ഫോം ചെയ്യുന്നത് ആരാണ്? ബി ആണ് ആ ഓപ്ഷൻ ഫോം ചെയ്തത്. ആ ഓപ്ഷൻ വാങ്ങിയിരിക്കുന്നത് ആരാണ്? എ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ഓപ്ഷൻ വാങ്ങിയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബി ആണ് ഇവിടെ സെല്ലർ, എ ആണ് ഇവിടെ ബയ്യർ. ഓക്കെ, ഇനി ഡിസംബർ 30 വന്നപ്പോൾ, ഓക്കെ, ബി ഇവിടെ ഡിസംബർ 30 വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ എക്ക് ഇവിടെ ഒരു റൈറ്റ് ടു ബൈ ആണ് കിട്ടുന്നത്. എക്ക് ഇവിടെ ഒരു റൈറ്റ് ടു ബൈ ആണ് കിട്ടുന്നത്. ഇനി ഡിസംബർ 30 വന്നപ്പോൾ സപ്പോസ് ഷെയറിൻ്റെ പ്രൈസ് ₹90 ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് ഷെയറിൻ്റെ പ്രൈസ് ₹90 ആയി എന്ന് വിചാരിക്കുക. ഈ ഒരു കേസിൽ എന്താണ്? ഓൾറെഡി ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്താ? ₹100 ഷെയർ വാങ്ങിക്കൊള്ളാമെന്നാണ് എ ഓഫർ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എ സമ്മതിച്ചിട്ടുള്ളത് എന്താണ്? ₹100 ഷെയർ വാങ്ങിക്കൊള്ളാം എന്നുള്ള, അല്ലെങ്കിൽ ₹100 ഷെയർ വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ആണ് എക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഡിസംബർ 30 വന്നപ്പോഴേക്കും ഈ ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയായിട്ട് കുറഞ്ഞു? ₹90 കുറഞ്ഞു. അപ്പം ഈ ഒരു കേസിൽ എക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ അവോയ്ഡ് ദി കോൺട്രാക്റ്റ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ. അതൊരു ഓപ്ഷൻ ആയതുകൊണ്ട് എക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ് വി ഓൾറെഡി സെഡ്, ഓപ്ഷനിൽ ഒബ്ലിഗേഷൻ അല്ല ഓപ്ഷൻ ഹോൾഡർക്ക് ഉണ്ടാകുന്നത്, റൈറ്റ് മാത്രം ആണ്. അപ്പം ഈ ഒരു കേസിൽ ബി ആണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ആണ് പറയുന്നത് 10,000 ഷെയർ ₹100 നിരക്കിൽ ഞാൻ ഡിസംബർ 30 തന്നുകൊള്ളാം എന്ന് പറയുന്നത്. എ അത് വാങ്ങിക്കുകയാണ്, ആ ഒരു ഓപ്ഷൻ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ എന്തായിട്ടാണ് മാറുന്നത്? ഓപ്ഷൻ ഹോൾഡർ ആയിട്ടാണ് മാറുന്നത്.
ഓപ്ഷൻ ഹോൾഡർക്ക് എപ്പോഴും എന്താണ് റൈറ്റ് ആണ് ഉണ്ടാവുന്നത്, അവർക്ക് അവകാശമാണുള്ളത്, ഒരിക്കലും എന്തല്ല ഒബ്ലിഗേഷൻ അല്ല ഉള്ളത്. അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ അയാൾക്ക് എന്ത് തീരുമാനിക്കാം, 90 രൂപയുള്ളൂ, ഞാൻ എന്തിനു 100 രൂപയ്ക്ക് വാങ്ങിക്കണം എന്ന് തീരുമാനിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ നിൽക്കാനായിട്ട് എക്ക് റൈറ്റ് ഉണ്ട്. അതേസമയം ഷെയർ പ്രൈസ് ഒരു 150 ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഷെയർ പ്രൈസ് 150 ആയി എന്ന് വിചാരിക്കുക. അപ്പം 100 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ സാധനം അതിൻ്റെ പ്രസൻറ്റ് പ്രൈസ് എത്രയായി, 150 രൂപയായി. അപ്പം എനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ എന്താണ്, ഈ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് 100 രൂപയ്ക്ക് ഷെയർ വാങ്ങിക്കുന്നതാണ് അല്ലേ. അപ്പം എക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എ ഹാസ് ദ റൈറ്റ് ടു ബൈ. എ ഹാസ് ദ റൈറ്റ് ടു ബൈ. എക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, പർച്ചേസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് കൊടുക്കുന്ന ഡെറിവേറ്റീവ് ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് കുറഞ്ഞപ്പോൾ അയാൾക്കത് പർച്ചേസ് ചെയ്യുന്നത് നഷ്ടമാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ പ്രൈസ് കൂടുമ്പോൾ എന്താണ്, അയാൾ ഫിക്സ് ചെയ്ത പ്രൈസിനേക്കാളും അതിനേക്കാളും സ്പോട്ട് പ്രൈസ് ഇപ്പോൾ കൂടുതലാണ്, കോൺട്രാക്ട് പ്രൈസിനേക്കാളും സ്പോട്ട് പ്രൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അയാൾക്ക് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അയാൾക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താണ്, അയാൾക്ക് റൈറ്റ് ആണ് ഉള്ളത്. റൈറ്റ് ടു ബൈ ആകാം, റൈറ്റ് ടു സെൽ ആകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്താണ്, അയാൾക്ക് റൈറ്റ് ടു ബൈ ആണുള്ളത്. ഇനി ഓപ്ഷൻ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഹി ഓൾവേസ് ഹാസ് ഒബ്ലിഗേഷൻ. ഓപ്ഷൻ റൈറ്റർക്ക് പക്ഷേ എപ്പോഴും എന്താണുള്ളത്, ഒബ്ലിഗേഷൻ ആണ് ഉള്ളത്. ഇപ്പം ഈ ഒരു കേസിൽ അയാൾ അവോയ്ഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ബിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, വാങ്ങിച്ചേ പറ്റൂ എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും കമ്പൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഓപ്ഷൻ എപ്പോഴും ഓപ്ഷൻ ഹോൾഡർക്ക് റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്, ഒബ്ലിഗേഷൻ അല്ല. അതേസമയം 150 ആയാലും ബി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് ആ 100 രൂപയ്ക്ക് എഗ്രി ചെയ്തതിന് ആ ഷെയർ വിറ്റേ ബിക്ക് പറ്റുള്ളൂ. കാരണം ബിക്ക് എപ്പോഴും എന്താണുള്ളത്, ഒബ്ലിഗേഷൻ ആണ് ഉള്ളത്. എക്ക് പക്ഷേ ഓപ്ഷൻ ഹോൾഡർ ആണ്, ഓപ്ഷൻ ഹോൾഡർക്ക് എപ്പോഴും റൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ. മെയിനായിട്ട് ഫ്യൂച്ചറിൽ നിന്നും ഫോർവേഡിൽ നിന്നും ഓപ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓപ്ഷനിൽ എപ്പോഴും റൈറ്റ് ആണ്, റൈറ്റ് മാത്രമാണ്, ഒബ്ലിഗേഷൻസ് ഇല്ല. നമ്മൾ ഓപ്ഷൻ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അവിടെ റൈറ്റ് ആണ്, യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേഷൻസും ഇല്ല. അവർക്ക് ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ അവർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. ഇനി ആരാണ് ഓപ്ഷൻ ഹോൾഡർ, ആ ഒരു ഓഫർ സ്വീകരിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ഓപ്ഷൻ ഹോൾഡർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ബി ആണ് ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അയാളാണ് വിൽക്കാൻ റെഡി ആവുന്നത്. അത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എക്ക് അവിടെ എപ്പോഴും റൈറ്റ് ആണുള്ളത്. അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസ് വരുമ്പോൾ മാത്രം അയാൾക്ക് അത് വാങ്ങുകയോ ചെയ്താൽ മതി, അയാളുടെ ഡിസിഷനാണ്. ഒരിക്കലും അതിന് ബിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്ക് എപ്പോഴും എന്താണ്, ഒബ്ലിഗേഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ എന്താണ് റൈറ്റ്, ഓപ്ഷൻ ഹോൾഡർക്ക് റൈറ്റ് ടു ബൈ ഓർ സെൽ ആണ്. ആൻഡ് ഓപ്ഷൻ റെഫേഴ്സ് ടു ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ to buy or sell a security or other assets during a given time of specified period. ഇവിടെ എന്താണ്, റൈറ്റ് ആണ് കൊടുക്കുന്നത്. ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ഒരു റൈറ്റ് ആണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്താണ്, എക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ്, അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ, ബൈ ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ്. അതും December 30 ഉള്ളിൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ആണ് അവിടെ എക്ക് കിട്ടുന്നത്. വൺസ് ദ ഓപ്ഷൻ ഈസ് ഓഫേർഡ് ഇറ്റ് ഈസ് ദ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒബ്ലിഗേഷൻ ടു ഫുൾഫിൽ ദ കോൺട്രാക്ട്. ഒരിക്കൽ ഈ ഒരു ഓപ്ഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്ഷൻ റൈറ്ററുടെ ഒബ്ലിഗേഷൻ ആണ്. ആസ് വി ഓൾറെഡി സെഡ്, ഓപ്ഷൻ റൈറ്ററുമുണ്ട്, ഓപ്ഷൻ ഹോൾഡറുമുണ്ട്. ഓപ്ഷൻ ഹോൾഡർക്ക് ഓൾവേസ് റൈറ്റ് ആണ്, ഓപ്ഷൻ ഹോൾഡർക്ക് ഓൾവേസ് റൈറ്റ് ആണുള്ളത്. അതേസമയം ഓപ്ഷൻ റൈറ്റർക്കോ ഓൾവേസ് ഒബ്ലിഗേഷൻ ആണ് ഉള്ളത്. ഓപ്ഷൻ റൈറ്റർക്ക്
എപ്പോഴും എന്താണുള്ളത്, ഒബ്ലിഗേഷൻ ആണ് ഉള്ളത്. ഓപ്ഷൻ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരാണോ ഓഫർ ചെയ്യുന്നത്, ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ ഓപ്ഷൻ റൈറ്റർ എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ റൈറ്റർക്ക് എപ്പോഴും ഒബ്ലിഗേഷൻ ആണ്. നമ്മുടെ കേസിൽ ബി ആയിരുന്നു ആ ഒരു ഓഫർ കൊടുക്കുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് ബിക്ക് എപ്പോഴും എന്താണ്, ഒബ്ലിഗേഷൻ ആണ്. അല്ലെങ്കിൽ ബി ആരാണ്, ഓപ്ഷൻ റൈറ്റർ ആണ്. ഇഫ് വൺ പാർട്ടി ഹാസ് ദി ഓപ്ഷൻ ദി അതർ പാർട്ടി ഹാസ് ദി ഒബ്ലിഗേഷൻ. ഒരു പാർട്ടിക്ക് ഓപ്ഷനും അല്ലെങ്കിൽ റൈറ്റും മറ്റേ പാർട്ടിക്ക് എന്താണ്, ഒബ്ലിഗേഷനുമാണ്. നമ്മുടെ എക്സാമ്പിളിൽ എക്ക് റൈറ്റും ബിക്ക് എന്തായിരുന്നു, ഒബ്ലിഗേഷനും ആയിരുന്നു. ഇഫ് the writer or buyer does not exercise the option within the specific period, the option will be expired. ആ ഒരു സ്പെസിഫിക് പീരീഡിൻ്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും അത് എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർഡ് ആവും. ഇപ്പം നമ്മൾ പറഞ്ഞു 100 രൂപയിൽ 90 രൂപയായിരുന്ന സമയത്ത് അയാൾക്ക് അത് വാങ്ങിക്കുന്നത് നഷ്ടമാണ് അല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, എക്സ്പയർഡ് ആയിട്ട് മാറും. അതേസമയം അയാൾക്കത് ഫുൾഫിൽ ചെയ്യണം. 150 രൂപയായ സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് ആ ഒരു ഫൈനൈറ്റ് പീരീഡിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ദർ ആർ 2 ടൈപ്സ് ഓഫ് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓപ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി, കോൾ ഓപ്ഷൻ and put option. Okay, call option and put option. Call option എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ്. പുട്ട് ഓപ്ഷനോ റൈറ്റ് ടു സെൽ. കോൾ ഓപ്ഷൻ റൈറ്റ് ടു ബൈയും പുട്ട് ഓപ്ഷൻ എന്താണ്, റൈറ്റ് ടു സെല്ലുമാണ്. ഓക്കെ, അപ്പോൾ ഓരോ കോൺട്രാക്റ്റിലും അല്ലെങ്കിൽ ഓരോ ഡെറിവേറ്റീവ് ഓപ്ഷൻസിലും അത് കോൾ ഓപ്ഷനോ ആകാം പുട്ട് ഓപ്ഷനോ ആകാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ആൻഡ് പാർട്ടീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ആവാം. നമുക്ക് വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അത് കോൾ ഓപ്ഷനും, വിൽക്കാനുള്ള റൈറ്റ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു പുട്ട് ഓപ്ഷനും ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്തായിരുന്നു, പർച്ചേസ് ചെയ്യാനായിട്ട് എക്ക് റൈറ്റ് കൊടുക്കുന്നതാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു കോൾ ഓപ്ഷന് എക്സാമ്പിളാണ്. കോൾസ് ഗീവ്സ് ദ ബയർ ദ റൈറ്റ് ടു ബൈ, നോട്ട് ദ ഒബ്ലിഗേഷൻ ടു ബൈ. കോൾ എന്താണ്, ഓപ്ഷൻ, നമ്മുടെ ഓപ്ഷൻ ഹോൾഡർക്ക് റൈറ്റ് ടു ബൈ ആണ്, നോട്ട് ദ ഒബ്ലിഗേഷൻ. നമ്മുടെ കേസിൽ എക്ക് റൈറ്റ് ആണ് ഉണ്ടായിരുന്നത്, അയാൾക്ക് ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല, ഒരു ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നില്ല. ആൻഡ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ദി അണ്ടർലൈങ് അസെറ്റ് അറ്റ് എ ഗിവൺ പ്രൈസ് ഓൺ ഓർ ബിഫോർ ഗിവൺ ഫ്യൂച്ചർ ഡേറ്റ്. ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിന് മുന്നെയോ എപ്പോഴാണെന്നുണ്ടെങ്കിലും അയാൾക്കത് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. പുട്സ് ഗീവ് ദ ബയർ ദ റൈറ്റ് ടു സെൽ ബട്ട് നോട്ട് ദി ഒബ്ലിഗേഷൻ ടു സെൽ. പുട്സ് എന്താണ് ചെയ്യുന്നത്, പുട്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗീവ്സ് ദ റൈറ്റ് ടു സെല്ലാണ്. പുട്ട് ഹോൾഡറിന് എന്താണ് അവിടെ എന്താണ്, വിൽക്കാനുള്ള ഒരു റൈറ്റ് ആണ് കൊടുക്കുന്നത്, നോട്ട് ദ ഒബ്ലിഗേഷൻ ടു സെൽ. അവർക്ക് എന്താണ്, സെല്ല് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ അല്ല, വിൽക്കാനുള്ള റൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പുട്ട് ഓപ്ഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാമെന്ന് വിചാരിക്കാം. എക്സും വൈയും ഇതേപോലെ 10,000 ഷെയർസ് എക്സ് ബൈ ചെയ്യാനും വൈ സെല്ല് ചെയ്യാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എക്സ് വൈ എന്നുള്ള 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അതിൽ എക്സ് കൊടുക്കുന്ന ഒരു ഓഫർ എന്താണ്, അദ്ദേഹം 10,000 ഷെയർസ് 100 രൂപ നിരക്കിൽ PQ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ തയ്യാറാണ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ എന്താണ്, എക്സ് എന്ന് പറയുന്ന വ്യക്തിയും വൈ എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ട്. അല്ല, എക്സ് കൊടുക്കുന്ന ഒരു ഓഫറാണ് എന്ത്, 10,000 ഷെയർസ് 100 രൂപ നിരക്കിൽ PQ ലിമിറ്റഡിൻ്റെ 10,000 ഷെയർസ് 100 രൂപയ്ക്ക് അയാൾ പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഓഫർ കൊടുക്കുകയാണ്. അത് ആര് ആക്സെപ്റ്റ് ചെയ്യുന്നു, വൈ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആരാണ്, വൈ ആണ്. അപ്പോൾ വൈ എന്താണ് പറയുന്നത്, ഞാൻ PQ ലിമിറ്റഡിൻ്റെ 10,000 ഷെയർസ് 100 രൂപയ്ക്ക് വിൽക്കാൻ റെഡിയാണ് എന്നുള്ള ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓപ്ഷൻ റൈറ്റർ ആണ് എക്സ്, വൈ ആരാണ്, ഓപ്ഷൻ ഹോൾഡർ. ഇയാൾ ഓഫർ കൊടുക്കുന്നു, വൈ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാണ് അവർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, ജൂലൈ 30 ആണ് അവർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഇനി ജൂലൈ 30ക്ക് വന്നപ്പോൾ ഷെയറിൻ്റെ പ്രൈസ്
ഒരു 150 ആയി എന്ന് വിചാരിക്കുക. ജൂലൈ 30 വന്നപ്പോൾ ഷെയറിൻ്റെ പ്രൈസ് എത്രയായി? 150 രൂപയായി എന്ന് വിചാരിക്കുക. 100 രൂപ ഉണ്ടായിരുന്നത് എത്രയായി? 150 രൂപയായി. അപ്പോൾ വൈനെ സംബന്ധിച്ചിടത്തോളം എന്താ, 150 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് അല്ലേ, അയാൾക്ക് ലോസ് ആണ് സംഭവിക്കുക. 50 രൂപ വെച്ചിട്ട് ലോസ് ആണ് സംഭവിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഹി ഈസ് എൻ ഓപ്ഷൻ ഹോൾഡർ. അയാൾക്ക് എന്താണ്? റൈറ്റ് ആണുള്ളത്, വിൽക്കാനുള്ള റൈറ്റ് ആണുള്ളത്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെയർ വിൽക്കാതിരിക്കാം. അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഹി ക്യാൻ അവോയ്ഡ് ദി കോൺട്രാക്ട്. അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഒരു കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലല്ല പ്രൈസ് വന്നല്ലേ, പ്രൈസ് കൂടുതലാണ് ചെയ്തത്. അപ്പോൾ കുറഞ്ഞ പ്രൈസിന് വിൽക്കുന്നത് അയാൾക്ക് നഷ്ടമാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു കോൺട്രാക്റ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ഹി ഹാസ് ദ റൈറ്റ് ടു സെൽ. അദ്ദേഹത്തിന് എന്താണ്? സെല്ല് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണുള്ളത്. പക്ഷേ എക്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം ഇനിയിപ്പോൾ ഷെയർ പ്രൈസ് ഒരു 80 ആയി എന്ന് വിചാരിക്കുക. ഈ ഒരു സമയം വന്നപ്പോഴേക്കും ഷെയർ പ്രൈസ് 80 രൂപയായി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്? 100 രൂപയ്ക്കാണ് വാങ്ങിക്കുക എന്ന് പറഞ്ഞേക്കണേ അല്ലേ. കറണ്ട് പ്രൈസ് എത്രയേ ഉള്ളൂ? 80 ഉള്ളൂ. അപ്പോൾ വൈനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ ഒരു കോൺട്രാക്ട് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഒരു ഷെയറിന് 20 രൂപ വെച്ച് അയാൾക്ക് ലാഭം കിട്ടും. അപ്പോൾ അയാൾക്ക് എന്താണ്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ എന്ത് ചെയ്യും? ഹി വിൽ എക്സിക്യൂട്ട് ദി ഓപ്ഷൻ. അദ്ദേഹം എന്ത് ചെയ്യും? ആ ഒരു ഓപ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. അദ്ദേഹം വിൽക്കാനുള്ള ആ ഒരു റൈറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ എക്സ് എന്ത് ചെയ്തേ പറ്റൂ? അയാൾക്കത് വാങ്ങിച്ചേ പറ്റൂ. ബിക്കോസ് ഹീ ഹാസ് ദി ഒബ്ലിഗേഷൻ ആസ് എൻ ഓപ്ഷൻ റൈറ്റ്. എക്സിന് ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒബ്ലിഗേഷൻ മാത്രമേ ഉള്ളൂ. വൈ ആണ് തീരുമാനിക്കേണ്ടത് വിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ വൈനെ സംബന്ധിച്ചിടത്തോളം കൂടിയ വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ വിൽക്കാനുള്ള അവകാശമാണെങ്കിൽ അതൊരു പുട്ട് ഓപ്ഷനും, പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവകാശമാണെന്നുണ്ടെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ 2 പ്രൈസാണ് നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. കോൺട്രാക്ട് പ്രൈസും സ്പോട്ട് പ്രൈസും. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള പ്രൈസിനെയാണ് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുക. സ്പോട്ട് പ്രൈസ് ആണെന്നുണ്ടെങ്കിലോ കറണ്ട് പ്രൈസ്. അപ്പോൾ കോൺട്രാക്ട് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, കോൺട്രാക്ട് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. റൈറ്റ് ടു ബൈ ആണല്ലേ. അപ്പോൾ എന്താണ്? കൂടിയ വിലയായിരിക്കും കോൺട്രാക്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസ് എന്തായിരിക്കും? കുറഞ്ഞ വിലയായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അത് റൈറ്റ് ടു ബൈ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യാനാണ് സാധ്യത. അതേസമയം എന്താണ്? സ്പോട്ട് പ്രൈസ് കൂടുതലും നമ്മുടെ കോൺട്രാക്ട് പ്രൈസ് കുറവാണെന്ന് വിചാരിക്കുക. കോൺട്രാക്ട് പ്രൈസ് ഇവിടെ എത്രയായിരുന്നു? 100 രൂപയായിരുന്നു. സ്പോട്ട് പ്രൈസ് കുറവ് വരുന്ന സിറ്റുവേഷനിൽ പുട്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തോ റൈറ്റ് ടു സെൽ എന്ന് പറയുന്ന ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനുമാണ് സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷൻസിൽ മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ ഓപ്ഷൻസ് ഡെറിവേറ്റീവ്സിൻ്റെ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പേ ഓഫ് നമുക്ക് വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻസിനെ ഫ്യൂച്ചറിൽ നിന്നും ഫോർവേഡിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഓപ്ഷനിൽ എന്താണ്? റൈറ്റ് ആണുള്ളത്. ഓപ്ഷൻ ഹോൾഡർക്ക് റൈറ്റ് ആണ്. അയാൾക്ക് ഒരു തരത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. അയാൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യണ്ടോ? പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യണ്ടോ. യാതൊരു തരത്തിലുള്ള ഒബ്ലിഗേഷൻസും അവിടെ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ 2 തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. അപ്പോൾ അതിൽ കോൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റൈറ്റ് ടു ബൈ, നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എഗ്രി ചെയ്യുന്ന പ്രൈസ് നമ്മുടെ ഫ്യൂച്ചർ പ്രൈസിൽ സ്പോട്ട് പ്രൈസിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. കോൾ ഓപ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യില്ല. അതേസമയം പുട്ട് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിലോ റൈറ്റ് ടു സെല്ലാണ്. ഓക്കെ, നമുക്കവിടെ വിൽക്കാനുള്ള ഒരു അവകാശമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് കോൺട്രാക്ട് പ്രൈസ് മോർ ദാൻ സ്പോട്ട് പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിൽക്കാണ് ചെയ്യുക. പുട്ട് ഓപ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഓപ്ഷൻ മാത്രമാണ്, ഒബ്ലിഗേഷൻ ഇല്ല ഫോർ ഓപ്ഷൻ ഹോൾഡർ. പക്ഷെ ഓപ്ഷൻ റൈറ്റർക്ക് അവിടെ എപ്പോഴും എന്താണ്? ഒരു ഒബ്ലിഗേഷൻ ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്ട്
സ്വാപ്പ്. ഓക്കെ, സ്വാപ്പ് ലിറ്ററലി മീൻസ് എക്സ്ചേഞ്ച്. സ്വാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ എന്താണ്, എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുക. രണ്ടുപേര് തമ്മിലുള്ള എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുക. സ്വാപ്സ് ആർ പ്രൈവറ്റ് എഗ്രിമെന്റ്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് അറ്റ് പീരിയോഡിക് ഇന്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ്. ഇവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ, ഒരു സീരീസ് ഓഫ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചറിലും ഫോർവേഡിലും ഓപ്ഷനിലും ഒക്കെ എന്താ, ഒറ്റ തവണ മാത്രമേ എക്സ്ചേഞ്ച് നടക്കുന്നുള്ളൂ അല്ലെ. ഒരു സ്പെസിഫിക് ഡേറ്റ് പറയുന്നു, ആ ഡേറ്റിന് എക്സ്ചേഞ്ച് സംഭവിക്കുന്നു. പക്ഷെ സ്വാപ്പിൽ അങ്ങനെയല്ല, ഇവിടെ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഉണ്ട്, ഒന്നിൽ കൂടുതൽ തവണ എക്സ്ചേഞ്ച് സംഭവിക്കും. ദേ ക്യാൻ ബി റിഗാർഡഡ് ആസ് പോർട്ട്ഫോളിയോസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ടാണ് സ്വാപ്പിനെ കൺസിഡർ ചെയ്യുന്നത്. സ്വാപ്സ് ജനറലി ട്രേഡഡ് ഓവർ ദ കൗണ്ടർ ത്രൂ സ്വാപ്പ് ഡീലേഴ്സ്. സ്വാപ്സ് എങ്ങനെയാണ് ഇനി ട്രേഡ് ചെയ്യുന്നത്, ഓവർ ദി കൗണ്ടർ. അപ്പം നമ്മൾ ഫ്യൂച്ചറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഫ്യൂച്ചർ എങ്ങനെയാണ്, എക്സ്ചേഞ്ച് വഴിയാണ്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു. അതേസമയം സ്വാപ്പ് ആണെന്നുണ്ടെങ്കിലോ ഓവർ ദ കൗണ്ടറാണ്. അതായത് രണ്ട് വ്യക്തികൾ അതിൽ ഇൻവോൾവ് ആകുന്ന പാർട്ടീസ് മാത്രമായിരിക്കും ആ ഒരു കോൺട്രാക്റ്റിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് സ്വാപ്പിന് ഒരു ഓവർ ദ കൗണ്ടർ ആണെന്ന് പറയുന്നത്. വിച്ച് ജനറലി കൺസിസ്റ്റ് ഓഫ് ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ലാർജ് ബ്രോക്കറേജ് ഹൗസ്. ഇനി ആരൊക്കെയാണ് ഈ സ്വാപ്പിൽ ഇൻവോൾവ് ആവുക, ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ ലാർജ് ബ്രോക്കറേജ് ഹൗസസും ആണ് ഈ ഒരു സ്വാപ്പ് ഡീലിങ്സ് കൂടുതലായിട്ട് നടത്തുക. റീറ്റെയിലേഴ്സും ഒന്നും ആയിരിക്കില്ല. ലാർജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ദേ ആർ കസ്റ്റമൈസ്ഡ് ടു ദ നീഡ്സ് ഓഫ് ബോത്ത് പാർട്ടീസ്. ആസ് വി ഓൾറെഡി സെഡ്, ഓവർ ദ കൗണ്ടർ ആണ്, അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവോൾവ് ആകുന്ന പാർട്ടീസ് ആണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ഡു നോട്ട് ജനറലി എൻഗേജ് ഇൻ സ്വാപ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സോ ഇൻഡിവിജ്വൽസോ സ്വാപ്പിൽ ഇൻവോൾവ് ആകാറില്ല. വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ സ്വാപ്പിൽ ഇൻവോൾവ് ചെയ്യാറുള്ളൂ. സ്വാപ്പ് കോൺട്രാക്ട്സ് ആർ പ്രൈമർലി ബിറ്റ്വീൻ ബിസിനസ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെന്താണ്, ഇത് മെയിൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയിലും ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഇടയിലും ആണ് ഈ ഒരു സ്വാപ്പ് കണ്ടക്ട് ചെയ്യുക. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സോ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സോ ഒന്നും സ്വാപ്പ് ഡീലിങ്ങിൽ വരാറില്ല. ദേ ക്യാൻ ബി റിഗാർഡഡ് ആസ് പോർട്ട്ഫോളിയോസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്. ഇതെന്താണ്, ഫോർവേഡ് കോൺട്രാക്ട്സിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് സ്വാപ്പ്. ഓവർ ദ കൗണ്ടർ ആണ് നമ്മളിത് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്വാപ്പിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ, സ്വാപ്പ്. അതിൽ വരുന്നതാണ് സ്വാപ്പ് ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഓഫർ ചെയ്യുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ, മോർ ദാൻ വൺസ് ക്യാഷ് ഫ്ലോസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതൊരു കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ആരൊക്കെയാണോ അതിൽ വരുന്ന പാർട്ടീസ് അവരാണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓവർ ദ കൗണ്ടർ ട്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കസ്റ്റമൈസ്ഡ് ആണ്, കാരണം അതിലെ പാർട്ടീസാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്വാപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് 4 ഉണ്ടെന്ന് പറഞ്ഞു. ഫ്യൂച്ചർ, ഫോർവേഡ്, ഓപ്ഷൻ, സ്വാപ്പ്. ഫ്യൂച്ചർ ആണെങ്കിൽ എന്താണ്, എക്സ്ചേഞ്ച് വഴിയായിരിക്കും അത് റെഗുലേറ്റ് ചെയ്യുന്നത്. ഫോർവേഡ് ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിരിക്കും, രണ്ട് വ്യക്തികൾ ഒരു ഫ്യൂച്ചർ ഡേറ്റ് തീരുമാനിച്ചിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ആണ്, അവിടെ ഒബ്ലിഗേഷൻ ഇല്ല. ഫ്യൂച്ചറും ഫോർവേഡും ഒക്കെ ആണെങ്കിൽ അവിടെ ഒബ്ലിഗേഷൻ ഉണ്ട്. പക്ഷെ ഓപ്ഷനിൽ നമുക്ക് റൈറ്റ് ആണ്, റൈറ്റ് ടു ബൈ ഓർ സെല്ല്. കോൾ ആണെങ്കിൽ റൈറ്റ് ടു ബൈ, പുട്ട് ആണെങ്കിൽ റൈറ്റ് ടു സെല്ല്. സ്വാപ്പ് ആണെന്നുണ്ടെങ്കിലോ ഒരു സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോസിൻ്റെ എക്സ്ചേഞ്ച്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ നോക്കും. ഓക്കെ, നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്സ് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്സ് on which derivatives are traded, they can be broadly classified into two, namely commodity derivative market and financial derivative. ഓക്കെ, അണ്ടർലൈയിങ് അസറ്റിൻ്റെ ബേസിസിൽ ഏത് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ഡെറിവേറ്റീവ് ഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ അണ്ടർലൈയിങ് അസറ്റിൻ്റെ ബേസിസിൽ ഡെറിവേറ്റീവ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
കൊമോഡിറ്റി ഡെറിവേറ്റീവും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവും. അപ്പോൾ കൊമോഡിറ്റി ഡെറിവേറ്റീവ് ആ പേരിൽ തന്നെ മനസ്സിലാവില്ലേ, കൊമോഡിറ്റി. അപ്പോൾ അവിടെ എന്താണ് ആ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു കൊമോഡിറ്റി ആയിരിക്കും. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സ് were the first to emerge. ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഫസ്റ്റ് എമർജ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡെറിവേറ്റീവ് ആണ് കൊമോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ദ അണ്ടർലൈങ് അസറ്റ്സ് ആർ കൊമോഡിറ്റി. ഇവിടെ എന്താണ് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് കൊമോഡിറ്റീസ് ആയിരിക്കും. The commodity may be agricultural products such as rice, wheat, cotton, oil, soya, ടീ, കോഫി, റബ്ബർ എക്സെട്ര. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊമോഡിറ്റി പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ പ്രൈസിലെ ഫ്ലക്ച്വേഷൻസിനെ ഹെഡ്ജ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് മൂലമുള്ള റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കൊമോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. മെറ്റൽസ് സച്ച് ആസ് കോപ്പർ, ടിന്ന്, ഗോൾഡ്, സിൽവർ ഇതെല്ലാം എന്താണ് ഓരോ തരത്തിലുള്ള കൊമോഡിറ്റീസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഡെറിവേറ്റീവ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൊമോഡിറ്റി ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ട് വ്യക്തികൾ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ എന്താണ് അവർ വീറ്റിന് വേണ്ടിയിട്ടാണ് ആ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ അതൊരു കൊമോഡിറ്റി ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിളാണ്. കൊമോഡിറ്റി ഡെറിവേറ്റീവിൽ തന്നെ ആ രണ്ട് വ്യക്തികൾ മാത്രം ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൊമോഡിറ്റി ഫോർവേഡ് ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കൊമോഡിറ്റി ഡെറിവേറ്റീവ്. അതായത് അവിടുത്തെ അണ്ടർലൈങ് അസറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊമോഡിറ്റി ആയിരിക്കും. ഓക്കെ, കൊമോഡിറ്റിയിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സോ മെറ്റൽസോ എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഇവിടെ എന്താണ് അണ്ടർലൈങ് അസറ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ദ അണ്ടർലൈങ് അസറ്റ്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് or products. The underlying assets will be financial instruments or products ആയിരിക്കും. The financial derivatives derive their values from financial assets such as foreign exchange, share, security, interest rate, etc. അപ്പോൾ ഇവിടെ എന്താണ് commodity അല്ല, ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ്. അത് ഷെയർ ആവാം, സെക്യൂരിറ്റി ആവാം, ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് കറൻസികളായിരിക്കാം, ഡോളർ റുപ്പി എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആകാം, എന്ത് രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാകാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഒരു ഡെറിവേറ്റീവ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അർജുനും ആര്യയും തമ്മിൽ ഫ്യൂച്ചറിൽ അവർ ഷെയർ ആണ് ട്രേഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്ന് വിചാരിക്കുക. ഷെയർ ട്രേഡ് ചെയ്യാനായിട്ട് അർജുനും ആര്യയും കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതിൽ തന്നെ അവർക്ക് അവർ ഫ്യൂച്ചർ ഒരു എക്സ്ചേഞ്ച് വഴിയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. It became popular only after 1970s when there was an increasing integration of the world economy. 1970-കൾക്ക് ശേഷം മാത്രമാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് വളരെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, they came into spotlight due to the growing instability in the financial market. ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഗ്രോയിങ് ഇൻസ്റ്റെബിലിറ്റീസ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഫോം ചെയ്തത്? ഇൻസ്റ്റെബിലിറ്റീസ് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ആണ് അതിൻ്റെ ലീഡിങ് ഫാക്ടർ അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് തന്നെയാണ് ഇതിലേക്ക് ലീഡ് ചെയ്തത്. ടുഡേ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ലാർജസ്റ്റ് സെഗ്മെൻറ്റ്സ് ഇൻ ഡെറിവേറ്റീവ്. ഇന്നെന്താണ് ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കാറ്റഗറിയാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കൊമോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവും. കൊമോഡിറ്റി ഡെറിവേറ്റീവ് ആണെങ്കിൽ അണ്ടർലൈങ് അസറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കൊമോഡിറ്റി ആയിരിക്കും. അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റോ മെറ്റലോ മെറ്റൽ എന്ന് വെച്ചാൽ ഗോൾഡ്, സിൽവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കൊമോഡിറ്റി ഡെറിവേറ്റീവ് ആണ്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ഷെയർ, സ്റ്റോക്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, കറൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈങ് അസറ്റും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ഏതാണെന്ന് നോക്കി. ഓക്കെ, താങ്ക് യു.